എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഊണാണ് തയ്യാറാക്കുന്നത്. തനിനാടൻ ഊണാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ വിഭവങ്ങളായിട്ടൊന്നുമില്ല. സാധാരണ നമ്മുടെ വീടുകളിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു കുഞ്ഞി ഊണാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തനിനാടൻ വെജിറ്റേറിയൻ ഊണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിന് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാനാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതാദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കൈപ്പിടി തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കൂട്ടാൻ ഈ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 നല്ല പുളിയുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിക്ക് അത്യാവശ്യം പുളിയുള്ളതായിരിക്കണം നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന വാളംപുളി ഉണ്ടല്ലോ, അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ആ വെള്ളം ഇതിനകത്തേക്ക് അരിച്ച് ഒഴിച്ചാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ പിന്നെ പുളി എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്കൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 മുരിങ്ങാക്കോല് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് വേവാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ മിക്സി അരച്ച് കൊണ്ടുവന്നല്ലോ അതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തേങ്ങ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അത് അവിടെ 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ അവസാനം ഇതേപോലെ ഈ വെളിച്ചെണ്ണയിൽ മുളക് പൊടി മൂപ്പിച്ച് അതിനകത്തേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ അത് നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഊണിലേക്ക് ഒരു വറവലും കൂടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാല വല്ലാതെ അങ്ങോട്ട് വെള്ളം പോലെ ആയി പോകരുത്. ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പുളിരസം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ
ഒരു 10-12 നല്ല കിളുന്ത് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോഴെപ്പോഴും നല്ല കിളുന്തായിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കുക, കാരണം അതായിരിക്കും ഈ ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന വെണ്ടയ്ക്ക ഉപയോഗിക്കാം, പക്ഷേ കിളുന്ത് വെണ്ടയ്ക്കൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ വെണ്ടയ്ക്കയുടെ മുകൾ ഭാഗവും താഴ്ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് 2 പീസോ അല്ലെങ്കിൽ 4 പീസോ ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ 2 പീസാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീളത്തിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു വെണ്ടയ്ക്കേനെ ഒരു 4 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ വെണ്ടയ്ക്കയിലേക്കും മസാല പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അടച്ച് വെക്കാം. ഞാൻ പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, അടുക്കളയിൽ തന്നെ നമുക്ക് ഒരു പാത്രമിട്ട് മൂടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഉണ്ണാൻ സമയമാകുമ്പോൾ വറുത്തെടുക്കുക. അപ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ണാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക വറവൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ എണ്ണയ്ക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതേപോലെ നിരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടത്തോടെ അങ്ങോട്ട് ഇടരുത്, ഇതേപോലെ ഓരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 2 ബാച്ചൊക്കെ ആയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കറുത്തു പോവും, പക്ഷേ വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതവിടെ ഒരു ഭാഗം ആയിട്ടുണ്ട്, ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് എന്താ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചതച്ച ഉണക്കമുളക് ചേർക്കാം, ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വറവലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഊണ് വിളമ്പാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കൂട്ടാനും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക വറവലും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങാച്ചാറാണ്, നമ്മൾ സദ്യക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പപ്പടം കൂടി ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ കുഞ്ഞി ഊണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ കോംബോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്